ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ തള്ളി കേന്ദ്ര സർക്കാർ. കേരളത്തിന് മുഴുവൻ തുകയും നൽകിയെന്നും വേതനം വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ വ്യക്തമാക്കി. ദേശീയ ആരോഗ്യ മിഷൻ വഴി കേരളത്തിന് നൽകിയ തുകയുടെ കണക്കുകൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടു. ആശാ വർക്കേഴ്സിന്റെ വേതനമുയർത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ എന്ന രാജ്യസഭയിൽ P. സന്തോഷ് കുമാർ MP ഉന്നയിച്ച ചോദ്യത്തിന് ആശാ വർക്കേഴ്സിന്റെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുന്നുവെന്നും കഴിഞ്ഞയാഴ്ച ചേർന്ന ദേശീയ ആരോഗ്യ മിഷൻ യോഗം ആശാ വർക്കേഴ്സിന്റെ ധനസഹായം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ വ്യക്തമാക്കി. The government of India has given all its due. Please. No, not allowed. Please take your seats. We have given all its due. The utilization certificate has not come. കേരളത്തിന് എല്ലാ കുടിശ്ശികയും നൽകിയിട്ടുണ്ടെന്നും എന്നാൽ വിനിയോഗത്തിന്റെ വിശദാംശങ്ങൾ കേരളം നൽകിയിട്ടില്ലെന്നും JP നഡ്ഡ പറഞ്ഞു. അതേസമയം മന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുമെന്നും P. സന്തോഷ് കുമാർ MP പ്രതികരിച്ചു. വേതനം വർദ്ധിപ്പിക്കുമെന്ന കേന്ദ്ര പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത ആശാ വർക്കേഴ്സ് കിട്ടുന്ന തുകയെക്കുറിച്ച് സുതാര്യത ഉണ്ടാക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയെന്ന് പ്രതികരിച്ചു. കഴിഞ്ഞ ഞങ്ങൾ ഈ സമരം തുടങ്ങിയ ദിവസം മുതൽ ഈ വിഷയത്തിൽ വളരെ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുകയും സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ മുന്നിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ടെന്ന് തന്നെയാണ് ഈ ഇന്നത്തെ ഈ അഭിപ്രായം വെളിപ്പെടുത്തുന്നത്. കേന്ദ്രം വേതനം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞത് സ്വാഗതാർഹമെന്നും ഇത് തന്നെയാണ് കേരളവും ആവശ്യപ്പെട്ടതെന്നും സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേന്ദ്ര ആരോഗ്യമന്ത്രി ലോക്സഭയിൽ അത് പാർലമെന്റിൽ പറഞ്ഞതായിട്ട് കാണുന്നത് വേതനം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. കേരളത്തിന്റെ ആവശ്യവും അതായിരുന്നു. ഞാൻ നേരത്തെ പോയി അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആശമാർക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട കേരളത്തിൽ നിന്നുള്ള UDF MPമാർ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ചു. ദേശീയ ആരോഗ്യ മിഷൻ ആശാ വർക്കേഴ്സിനായി കേരളത്തിന് 2021-22 16.75 കോടിയും 2022-23 2023-24 87.8 കോടി രൂപയും അനുവദിച്ചതായി രാജ്യസഭയിൽ ഹാരിസ് ബീരാൻ MPയുടെ ചോദ്യത്തിന് ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് മറുപടി നൽകി. ഒരു മാസം പിന്നിടുമ്പോൾ ആശാ വർക്കേഴ്സിന്റെ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മാർച്ച് 17 ആശമാർ സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തും. മാർച്ച് 13 ആറ്റുകാൽ പൊങ്കാല ദിവസം സെക്രട്ടേറിയറ്റിന് മുൻപിൽ പ്രതിഷേധ പൊങ്കാലയും സംഘടിപ്പിക്കുമെന്നും ആശാ വർക്കേഴ്സ് പ്രഖ്യാപിച്ചു. 24 ഡൽഹി. ആശാ വർക്കേഴ്സിന് കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത്. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അത് ഹാജരാക്കി ഇല്ലെങ്കിൽ അടുത്ത ഗഡു നൽകില്ല. എന്റെ നേതാവ് സർജിക്കൽ സ്ട്രൈക്കിന്റെ ആളാണ്. സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷിക്കണമെന്നും സുരേഷ് ഗോപി. എന്താണോ നിയമപ്രകാരം കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞു. ഇനിയും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. കുറവുണ്ടെങ്കിൽ നോക്കും. ആവശ്യപ്പെടാനൊന്നുമില്ല, കൊടുത്തേ പറ്റൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത ഗഡു വരൂ. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അവിടെ രേഖപ്പെടുത്തി തെളിയിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ തരും. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല? ഇന്ത്യയുടെ ആരോഗ്യമന്ത്രി പാർലമെന്റിൽ ഓൺ റെക്കോർഡാണ് പറഞ്ഞിരിക്കുന്നത്. അത് നുണയാണോ എന്ന് അന്വേഷിക്കും. അതേസമയം ആരോഗ്യരംഗത്തെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മുഴുവൻ തുകയും അനുവദിച്ചുവെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം തെറ്റെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറയുന്നത്. കോ ബ്രാഞ്ചിങ്ങിന്റെ പേരിൽ തടഞ്ഞുവെച്ച തുക കിട്ടിയിട്ടില്ല എന്നുകൂടി നിയമസഭയിൽ വ്യക്തമാക്കുന്നുണ്ട്. മന്ത്രി ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഉമേഷ്, ഈ കേന്ദ്രം മുഴുവൻ തുകയും നൽകി എന്നുള്ള വാദമാണല്ലോ ഉന്നയിക്കുന്നത്. അതിനെ തള്ളുകയാണല്ലോ സംസ്ഥാന സർക്കാർ. ഉമേഷ്, തീർച്ചയായും. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഇന്നത്തെ പ്രഖ്യാപനം, അതായത് ആശമാർക്കുള്ള വേതനം വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനം ആശമാർക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. അതിനെ ആരോഗ്യമന്ത്രി സ്വാഗതം ചെയ്യുന്നുമുണ്ട്. എന്നാൽ നിലവിൽ സംസ്ഥാനത്തിന് ക്യാഷ് ആൻഡ് ഗ്രാൻഡായിട്ട് ഒരു തുകയും, അതായത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട ഗ്രാൻഡിൽ ഒരു തുക പോലും നൽകാൻ ബാക്കിയില്ല എന്നുള്ള നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. കേന്ദ്രം പറഞ്ഞ പ്രകാരം 2022-23 വർഷവും 23-24 വർഷവും 87 കോടി 80 ലക്ഷം രൂപ നൽകി എന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി തന്നെ അറിയിച്ചത്. എന്നാൽ ഇത് തെറ്റാണ് എന്നാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി പറയുന്നത്. ഇന്ന് നിയമസഭയിൽ ഇത് സംബന്ധിച്ചുള്ള രേഖകൾ, NHMന്റെ രേഖകളും ആരോഗ്യമന്ത്രി സമർപ്പിച്ചു. അതുപ്രകാരം സംസ്ഥാനത്തിന് 2023-24 വർഷത്തിൽ ലഭിക്കേണ്ടത് 826 കോടി രൂപയാണ്. പക്ഷേ ഇത് ലഭിച്ചത് 189 കോടി 15 ലക്ഷം രൂപ മാത്രമാണ്. ലഭിക്കേണ്ടത് 636 കോടി രൂപ 88 ലക്ഷം രൂപയാണ് ലഭിക്കേണ്ടത്. ഇതിപ്പോഴും ലഭിച്ചിട്ടില്ല. അത് സംബന്ധിച്ച് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റും മന്ത്രി സഭയിൽ വെച്ചു. അതുകൂടാതെ
ആശമാർക്കുള്ള ഓണറേറിയം അടക്കമുള്ള ചെലവ് സംബന്ധിച്ച് NHMന്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റും ഇന്ന് സഭയിൽ വെച്ചു. അതുപ്രകാരം 480 കോടിയിലധികം രൂപയാണ് സംസ്ഥാനം 2023-24 ഘട്ടത്തിൽ സംസ്ഥാന വിഹിതമായി ചെലവഴിച്ചത്. കേന്ദ്ര വിഹിതമായി ഈ സ്ഥാനത്ത് കാണിച്ചിരിക്കുന്നത് 0. അതായത് 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല എന്നാണ് നിയമസഭയിൽ ആരോഗ്യമന്ത്രി സമർപ്പിച്ച രേഖകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വെല്ലുവിളി പ്രകാരം കൂടുതൽ ആരാണ് കള്ളം പറയുന്നത് എന്നത് തെളിയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇത് രേഖകളുള്ള കാര്യമാണ്. എന്തായാലും സംസ്ഥാന ആരോഗ്യമന്ത്രി നിയമസഭയിൽ വെച്ച രേഖകൾ തെറ്റാനുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷെ 22-23 കാലഘട്ടത്തിലുള്ള രേഖകൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് 23-24 കാലഘട്ടത്തിലെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട രേഖകളാണ്. ഇതിൽ ധനവകുപ്പിന്റെ കൗണ്ടർ സൈൻ അടക്കമുണ്ട്. ആ രേഖയാണ് ഇന്ന് നിയമസഭയിൽ സമർപ്പിച്ചത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മുഴുവൻ തുക നൽകിയെന്ന് കേന്ദ്രം പറയുന്നു, കിട്ടിയിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. ഇനിയെങ്കിലും ആശാവർക്കർമാരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടവർക്ക് കുടുംബത്തിലേക്ക് മടങ്ങാൻ കഴിയട്ടെ എന്നാണ് സീന മുഹമ്മദ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. മുണ്ടക്കെ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ സാമ്പത്തിക പാക്കേജ് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കാണും. ഗവർണറുടെ കൂടി ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് കൂടിക്കാഴ്ചയെന്നാണ് സൂചന. വയനാടിനായി 2000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് അടക്കം കഴിഞ്ഞ കാലങ്ങളിൽ കേരളം ഉന്നയിച്ച നിരവധി ആവശ്യങ്ങൾ കേന്ദ്ര ധനമന്ത്രാലയത്തിന് മുന്നിലുണ്ട്. ഈ വിഷയങ്ങൾ സംബന്ധിച്ച് സമഗ്രമായ ചർച്ചയാകും നാളെ നടക്കുക. കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ്, സംസ്ഥാന ധനകാര്യ സെക്രട്ടറി തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുക്കും. ധനമന്ത്രി കേരള ഹൗസിൽ എത്തി മുഖ്യമന്ത്രിയോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷമായിരിക്കും ചർച്ച. അദ്ദേഹം വരുന്നത് അത് അവർക്ക് സീമനോട് നേരിട്ട് കാണണം, സംസാരിക്കണം. അതൊക്കെ ഒരു സൗഹൃദത്തിന്റെ ഭാഗമല്ലേ. അതേസമയം ധനമന്ത്രാലയത്തിലാകും കൂടിക്കാഴ്ചയെന്നാണ് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഗവർണർ രാജേന്ദ്ര അർലേക്കർ കഴിഞ്ഞയാഴ്ച കേന്ദ്രത്തിന് മുന്നിലുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ച് വിവരങ്ങൾ തേടിയിരുന്നു. ഇന്ന് കേരള ഹൗസിൽ ഗവർണർ മുഖ്യമന്ത്രിയെയും കേരളത്തിൽ നിന്നുള്ള MP-മാരെയും അത്താഴ വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. കേരളം പ്രതീക്ഷയോടെ കാണുന്ന കൂടിക്കാഴ്ചയാണ് നാളെ നടക്കാനിരിക്കുന്നത്. 24 ഡൽഹി. മുണ്ടക്കെ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള ടൗൺഷിപ്പിന് ഈ മാസം 27-ന് മുഖ്യമന്ത്രി തറക്കല്ലിടും. നിയമസഭയിൽ റവന്യൂ മന്ത്രി കെ രാജനാണ് ഇക്കാര്യം അറിയിച്ചത്. കേന്ദ്രത്തിന്റേത് ക്രൂരമായ അവഗണനയാണെന്ന് റവന്യൂ മന്ത്രിയും പ്രതിപക്ഷവും കുറ്റപ്പെടുത്തി. പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് VD സതീശൻ പറഞ്ഞു. നമുക്കെല്ലാവർക്കും ചേർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നമ്മളെല്ലാവരും ചേർന്ന് ഈ വരുന്ന മാർച്ച് മാസം 27-ാം തീയതി അവിടെ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ തറക്കല്ലിട്ട നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കേരളം പോകാൻ പോവുകയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും ആ കാര്യങ്ങളിൽ ഉണ്ടാവുക എന്ന കാര്യം കൂടി ഞാൻ ഈ സഭയെ അറിയിക്കുകയാണ്. പുനരധിവാസം വൈകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുമ്പോഴായിരുന്നു മന്ത്രിയുടെ ഈ പ്രഖ്യാപനം. കൽപ്പറ്റ MLA T. സിദ്ദിഖാണ് വിഷയം നിയമസഭയിൽ ഉന്നയിച്ചത്. പുനരധിവാസം വൈകിയെന്ന് സമ്മതിച്ച റവന്യൂ മന്ത്രി കേന്ദ്രവും കോടതി ഇടപെടലുമാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞു. കേന്ദ്രം സംസ്ഥാനത്തിന്റെ മുമ്പാകെ ഒരു ഗാർഡിയൻ ഏഞ്ചൽ അവതരിപ്പിക്കണം. സാർ, യഥാർത്ഥത്തിൽ ഗാർഡിയൻ ഏഞ്ചലായിട്ടല്ല, ചെകുത്താനായിട്ട് അവതരിക്കുന്ന സ്ഥിതിവിശേഷമാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ നാടിനോടും ഈ നാട്ടിലെ മനുഷ്യരോടും ചെയ്യുന്നത് എന്ന് നാം കാണുകയാണ്. കേരളത്തോട് കേന്ദ്രത്തിൻ്റേത് ക്രൂരമായ അവഗണനയാണെന്ന് പ്രതിപക്ഷവും കുറ്റപ്പെടുത്തി. എന്നാൽ ദുരന്തമുണ്ടായി 8 മാസമായിട്ടും ഗുണഭോക്താക്കൾക്കുള്ള പട്ടിക പോലും അന്തിമമാക്കാത്ത സംസ്ഥാന സർക്കാരിൻ്റേത് ഗുരുതര വീഴ്ചയാണെന്ന് പ്രതിപക്ഷ നേതാവ്. എത്രമാത്രം പ്രശ്നങ്ങളാണ് ഈ ലിസ്റ്റിൽ മുഴുവൻ അപാകതകളുടെ കൂമ്പാരമാണ്. സാർ, DDMA ലിസ്റ്റ് തയ്യാറാക്കിയതിൽ അപാകതയുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇടപെട്ട് റവന്യൂ വകുപ്പ് ഇടപെട്ട് ചെയ്യണം. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യമന്ത്രിക്കും MP-മാർക്കുമായി അത്താഴ വിരുന്ന് ഒരുക്കി. കേരളത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഒപ്പമുണ്ടാകുമെന്നും ലഹരിക്കെതിരെ വലിയ പോരാട്ടം വേണമെന്നും ഗവർണർ പറഞ്ഞു. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ഇപ്പോൾ R. അച്യുതനാണ് ചേരുന്നത്. അച്യുതൻ, ഈ വിരുന്ന് അതിന്റെ സമാപനമായോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി? ഉന്മേഷ്, കേരള ഹൗസിലാണ് കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ കേരളത്തിൽ നിന്നുള്ള MP-മാർക്കും മുഖ്യമന്ത്രിക്കും വിരുന്ന് സംഘടിപ്പിച്ചത്. എന്റെ പിന്നിൽ കാണുന്ന ഈ കേരള ഹൗസിലായിരുന്നു വിരുന്ന് ഒരുക്കിയത്. അതിനുശേഷം ആ വിരുന്ന് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഈ വിരുന്നിന് മുൻപായിട്ട് ഗവർണർ MP-മാരോടും അതുപോലെ മുഖ്യമന്ത്രിയോടും സംസാരിക്കുകയുണ്ടായി.
അതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളത് ഈ ഐക്യത്തോടൊപ്പം മുന്നോട്ട് പോകുമെന്ന് ഗവർണർ എംപിമാരെ അറിയിച്ചു. കേരളത്തിന്റെ എല്ലാ ആവശ്യത്തിനൊപ്പം താൻ ഉണ്ടാകും. കേന്ദ്ര സർക്കാരുമായുള്ള കൂടിക്കാഴ്ചയിൽ വേണമെങ്കിൽ അതിന്റെ ഭാഗമായും താൻ പങ്കെടുക്കാം എന്ന തരത്തിലാണ് ഗവർണർ ഈ കാര്യങ്ങളിൽ അറിയിച്ചത്. പക്ഷേ ഭൂരിഭാഗം എംപിമാരും ഉന്നയിച്ച ഒരു പ്രശ്നം എന്നുള്ളത് ഈ കേരളത്തെ സാമ്പത്തികമായി കേന്ദ്രം പ്രതിരോധത്തിലാക്കുന്നു എന്ന വിഷയം. അതായത് കഴിഞ്ഞ കാലം അത്രയും ഭരണപക്ഷം, അതായത് LDF ഉയർത്തുന്ന ഒരു പ്രശ്നമാണ് ഈ സാമ്പത്തിക പ്രതിരോധം തീർക്കുന്നത്. അത് ഈ ഒരു ഇന്ന് നടത്തിയ അത്താഴ വിരുന്നിൽ ഗവർണറെ അറിയിക്കുകയുണ്ടായി. ഭൂരിഭാഗം എംപിമാരും അത് പറയുകയും ചെയ്തു. അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട്. പല പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്രം ഒരു പിന്തിരിപ്പൻ നയം കാണിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇന്ന് ഗവർണറെ അറിയിക്കുകയുണ്ട്. എന്നാൽ അതിൽ ഒരു സഹിഷ്ണുതയോടെയാണ് ഗവർണർ ആ കാര്യങ്ങളെല്ലാം കേട്ടത്. ഒപ്പം തന്നെ 2 കേന്ദ്രമന്ത്രിമാർക്കും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർക്കും ഈ അത്താഴ വിരുന്നിൽ ക്ഷണമുണ്ടായിരുന്നു. അത് സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ക്ഷണമുണ്ടായിരുന്നു. പക്ഷേ ഇരുവരും ഇതിൽ പങ്കെടുത്തില്ല. അല്ലെങ്കിൽ അതിലും അതൃപ്തിയും ചില എംപിമാർ അറിയിക്കുകയുണ്ടായി. എന്തായാലും അതും സഹിഷ്ണുതയോടെ അദ്ദേഹം കേട്ടു. അതിനുശേഷമാണ് ഈ കാര്യങ്ങളിൽ ഐക്യത്തോടെ മുന്നോട്ട് പോകാം, താൻ കേരളത്തിന്റെ ഭാഗമാണ്, താൻ കേരളത്തിലുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്ന രീതിയിൽ ഗവർണർ എംപിമാരെ അറിയിക്കുകയും ചെയ്തു. താൻ ഏത് സംസ്ഥാനത്ത് പോയാലും അവിടുത്തെ ഒരു വ്യക്തിയായി താൻ മാറും എന്നതുകൂടി ഗവർണർ പങ്കുവച്ചതായി എംപിമാർ നമ്മളെ അറിയിക്കുന്നുണ്ട്. ലഹരി വലിയ വിപത്തെന്നും വലിയ പോരാട്ടം ഇതിനെതിരെ വേണം, കേരളത്തിൽ അതൊരു പ്രശ്നമായി തന്നെ കാണുന്നുണ്ട് ഗവർണർ. അതിലും ഒരു പോരാട്ടം, അതിനെതിരെ ലഹരിക്കെതിരെ വേണമെന്നുകൂടി ഒരു നിർദ്ദേശം ഗവർണർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ശരി, മറിച്ചത് കേരള ടീമിന്റെ ഭാഗമായി ഗവർണർ എന്നതായിരുന്നു മുഖ്യമന്ത്രി ഈ ഒരു അത്താഴ വിരുന്നിൽ പറഞ്ഞതായും ചില വിവരങ്ങൾ ലഭിക്കുന്നു. എന്തായാലും ആ അത്താഴ വിരുന്ന്, ഗവർണർ സംഘടിപ്പിച്ച ആ അത്താഴ വിരുന്ന് പൂർത്തിയായി. അതിനുശേഷം ഗവർണർ അർലേക്കറും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും KV തോമസ്, ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസും ഒരുമിച്ചാണ് കൊച്ചിൻ ഹൌസിലേക്ക് മടങ്ങിയത്. എന്തായാലും അവിടെയും ചില കൂടിക്കാഴ്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലഹരിക്കെതിരെ വലിയ പോരാട്ടം വേണമെന്ന് ഗവർണർ പറഞ്ഞു. അതേസമയത്ത് ഒരു വാർത്ത വരുന്നത് ചെങ്ങന്നൂരിൽ 6.5 കിലോ കഞ്ചാവും ഇന്നോവ കാറും എക്സൈസ് സംഘം പിടികൂടിയെന്നുള്ള വാർത്ത. ചെങ്ങന്നൂർ മംഗലം ഭാഗത്താണ് ഈ ഇന്നോവ കാർ പിടികൂടിയത്. എക്സൈസിനെ കണ്ട് പ്രതികൾ കാർ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ മനീഷ് മഹിപാൽ അറിയിക്കുന്നത്. പാകിസ്ഥാനിൽ ട്രെയിൻ തട്ടിയെടുത്ത് 100-ലേറെ പേരെ ബന്ദികളാക്കി ബലൂച്ച് ലിബറേഷൻ ആർമി. 20 പാക് സൈനികരെ വധിച്ചതായും 182 പേരെ ബന്ദികളാക്കിയതായും ബലൂച്ച് ലിബറേഷൻ ആർമി വ്യക്തമാക്കി. സൈന്യം ഇറങ്ങിയാൽ ബന്ദികളെ വധിക്കും എന്നാണ് മുന്നറിയിപ്പ്. ഇന്ത്യൻ സമയം രാവിലെ 9:30-യോടെയാണ് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ക്വറ്റയിൽ നിന്ന് ജാഫർ എക്സ്പ്രസ് പുറപ്പെട്ടത്. ടണലിലൂടെ ട്രെയിൻ കടന്നുപോകുന്നതിനിടെയാണ് ബലൂച്ച് വിമോചന സേന ട്രെയിൻ റാഞ്ചിയത്. ട്രെയിനിൽ നിന്ന് വെടിയൊച്ച കേട്ടതായി പാക് മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. സ്ത്രീകളെയും കുട്ടികളെയും മോചിപ്പിച്ചു. ബന്ദികളായവരിലധികവും പാക് പഞ്ചാബിലേക്ക് അവധിക്ക് പുറപ്പെട്ട പാക് സൈനികരും പോലീസുകാരും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമാണ്. സൈന്യം രംഗത്തിറങ്ങിയാൽ ബന്ദികളെ വധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ട്രെയിൻ റാഞ്ചിയെടുത്ത പ്രദേശത്തിന് സമീപത്തുള്ള ആശുപത്രികളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. എന്നാൽ പാകിസ്ഥാൻ സർക്കാർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടില്ല. ബലൂചിസ്ഥാനിൽ പാക് സേനയും വിഘടനവാദികളും ഏറ്റുമുട്ടൽ പതിവാണ്. 2024 ശേഷം ഏറ്റുമുട്ടൽ വർദ്ധിച്ചെന്നാണ് കണക്ക്. ഇന്റർനാഷണൽ ഡെസ്ക് 24. റഷ്യ യുക്രൈൻ സമാധാന ചർച്ച ജിദ്ദയിൽ പുരോഗമിക്കുന്നു. അമേരിക്കയുടെയും യുക്രൈന്റെയും പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കുന്നു. സൗദിയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്ന് അമേരിക്കയും യുക്രൈനും പ്രതികരിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ചർച്ചയാണ് ജിദ്ദയിൽ പുരോഗമിക്കുന്നത്. സൗദിയുടെ മധ്യസ്ഥതയിൽ അമേരിക്കയുടെയും യുക്രൈന്റെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന ചർച്ചയിലേക്ക് ഉറ്റുനോക്കുകയാണ് ലോകം. വെടിനിർത്തൽ നിർദ്ദേശം ചർച്ചയിലുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ, സൗദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മുസായിദ് അൽ ഐബാൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചർച്ച. ചർച്ചയ്ക്ക് മുന്നോടിയായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇന്നലെ സൗദി സന്ദർശിച്ചിരുന്നു. ഇരുവരും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. നിർണായക നീക്കമാണ് സൗദിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും യഥാർത്ഥ സമാധാനം പുലരുമെന്നാണ് പ്രതീക്ഷയെന്നും ചർച്ചയ്ക്ക് ശേഷം സെലൻസ്കി പ്രതികരിച്ചു. തടവുകാരെ മോചിപ്പിക്കൽ, കുട്ടികളെ തിരിച്ചെത്തിക്കൽ തുടങ്ങിയവ ചർച്ചയുടെ ഫലമായി സാധിക്കുമെന്ന പ്രതീക്ഷയും സെലൻസ്കി പങ്കുവച്ചു. ജിദ്ദയിൽ നടക്കുന്ന ചർച്ചയിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചു. ജലീൽ കണമകലം, 24, ജിദ്ദ. തൃശൂർ അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 18-ാം ബ്ലോക്കിൽ മ്ലാവിനെ അവശനിലയിൽ കണ്ടെത്തി. 3 ദിവസം മുൻപ് ഇതേ മേഖലയിൽ മറ്റൊരു മ്ലാവിനെ അവശനിലയിൽ കണ്ടെത്തിയിരുന്നു. പിന്നീട് ആ മ്ലാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ കണ്ടെത്തിയ മ്ലാവിന് നിരീക്ഷണം ഏർപ്പെടുത്തിയതായി അതിരപ്പള്ളി റേഞ്ച് ഓഫീസർ അറിയിച്ചു. സൂരജ് സജിയുണ്ട് വിവരങ്ങളുമായി. സൂരജ് പറയൂ.
ഉന്മേഷ് 1.5 മാസമായി ഈ അതിരപ്പള്ളിയുടെ വിവിധ മേഖലയിൽ, അതായത് ഇടപ്പാറക്കടുത്ത് വെട്ടിക്കുഴി എന്ന് പറയുന്ന ഭാഗത്ത് മാത്രം നിരവധി മ്ലാവുകൾ ഇതിനോടകം തന്നെ ചത്തിരുന്നു. ഇതേ തുടർന്ന് വനംവകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് അതിരപ്പള്ളി റേഞ്ചിന് കീഴിൽ ഈ പ്ലാന്റേഷന്റെ 18ാം ബ്ലോക്കിൽ ഇന്ന് അവശ്യനിലയിൽ മ്ലാവിനെ കണ്ടെത്തിയിരിക്കുന്നത്. വളരെ അവശ്യനിലയിലാണ് ഈ മ്ലാവ് ഉള്ളതെന്ന് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. 3 ദിവസം മുമ്പ് സമാനമായ സ്ഥലത്ത് മറ്റൊരു മ്ലാവിനെ കൂടി അവശ്യനിലയിൽ കണ്ടെത്തിയിരുന്നെങ്കിലും പിന്നീട് ഇതിന് എന്ത് സംഭവിച്ചെന്ന് സംബന്ധിച്ച് ഒരു വിവരവുമില്ല. അതിനിടയിലാണ് വീണ്ടും ഈ അവശ്യനിലയിൽ മറ്റൊരു മ്ലാവിനെ കൂടി കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മ്ലാവിന് നിരീക്ഷണം ഏർപ്പെടുത്തിയതായി വനംവകുപ്പ് വിശദീകരിക്കുന്നുണ്ട്. നേരത്തെ ഈ ചത്ത മ്ലാവുകളുടെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം വനംവകുപ്പ് പൂർത്തിയായതാണ്. പക്ഷേ അവിടെ ചില സംശയങ്ങൾ വനംവകുപ്പിനുണ്ടായിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് വീണ്ടും ഈ അവശ്യനിലയിൽ മ്ലാവിനെ കണ്ടെത്തിയിരിക്കുന്നത്. അതിരപ്പള്ളി മേഖലയിൽ ഈ അനൌദ്യോഗികമായ കണക്കുകൾ പ്രകാരം 50ഓളം മ്ലാവുകൾ ഇതിനോടകം ചത്തു എന്നുള്ളതാണ് കണക്ക്. അത് 1.5 മാസത്തിനിടയിൽ ഇത് സംബന്ധിച്ച് എത്ര മ്ലാവുകൾ ചത്തു എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ വനംവകുപ്പിന്റെ അന്വേഷണം നിലവിൽ നടന്നു വരികയാണ്. ഉന്മേഷ്, സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ചില കമൻറ്റുകളൊന്നും വായിക്കുന്നില്ല എന്ന തരത്തിൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. നമ്മൾ വാർത്തകളുമായി ബന്ധപ്പെട്ട് അക്കാര്യത്തിൽ ഗൗരവ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന കമൻറ്റുകളെ കാണുന്നുണ്ട്. അതൊക്കെ മറ്റുള്ളവരുടെ അറിവിലേക്കായി പറയാറുമുണ്ട്. വയനാട് ബേഗൂർ സെഷനിൽ കുട്ടിയാന ചരിഞ്ഞ നിലയിൽ. 1 വയസ്സുള്ള കുട്ടിയാനയാണ് ചരിഞ്ഞത്. ചിന്നാർ ഉദുമൽപേട്ട് റോഡിൽ വനംവകുപ്പ് ചെക്ക് പോസ്റ്റിനടുത്ത് കാട്ടാനക്കൂട്ടമെത്തി. ഇടുക്കി തേക്കടിയിൽ കാട്ടാനക്കൂട്ടത്തിന് മുൻപിൽ നിന്ന് ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയ്ക്ക് സമീപം വീണ്ടും കടുവയുടെ സാന്നിധ്യം. തുടർച്ചയായ ദിവസങ്ങളിൽ ജനവാസ മേഖലകളിൽ കടുവയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തതോടെ കടുത്ത ആശങ്കയിലാണ് ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പി എസ്റ്റേറ്റിലെ ജനങ്ങൾ. വെടിക്കുഴി മേഖലയിൽ ഇറങ്ങുന്ന കടുവയുടെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിരുന്നു. പ്രദേശത്ത് നാട്ടുകാരുടെയും വനംവകുപ്പിന്റെയും നേതൃത്വത്തിൽ കടുവയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതമാണ്. എൻ്റെ പശുവിനൊക്കെ പിടിച്ച് കടുവ എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇതിന് കൂട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഓടി തപ്പിയപ്പോൾ അത് ഓടിപ്പോയി. അപ്പോൾ ഇന്നലെ കണ്ടപ്പം എൻ്റെ പശുവിന് പുറകിൽ പാടുപെട്ടായിരുന്നു. ബേഗൂർ സെക്ഷൻ പരിധിയിലെ മാന്യവയൽ ചിറയിൽ കുട്ടിയാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. 1 വയസ്സ് പ്രായമുള്ള കുട്ടിക്കൊമ്പനെ വനംവകുപ്പ് വാച്ചർമാരാണ് കണ്ടെത്തിയത്. ചിന്നാർ ഉദുമൽപേട്ട റോഡരികിൽ വനംവകുപ്പ് ചെക്ക് പോസ്റ്റിനടുത്ത് കാട്ടാനക്കൂട്ടമെത്തി. ഇടുക്കി തേക്കടിയിൽ കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ നിന്ന് KTDC ജീവനക്കാരനായ വെള്ളിവേൽ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ആനകളെ കണ്ടതോടെ വെള്ളിവേൽ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. കണ്ണൂർ ചെറുപുഴ കോഴിച്ചാലിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിനെ കാട്ടുപന്നി കുത്തി. കോഴിച്ചാൽ സ്വദേശി ജിസ് ജോസിനെ ഇന്നലെ രാത്രിയാണ് കാട്ടുപന്നി ആക്രമിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. വന്യജീവികളെ വെടിവെച്ച് കൊല്ലുമെന്ന ചക്കിട്ടപ്പാറ പഞ്ചായത്ത് തീരുമാനത്തിനെതിരെ വനം വകുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകിയ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ അംഗീകാരം റദ്ദാക്കും. പഞ്ചായത്ത് സമിതിയുടെ തീരുമാനം ഭരണഘടനാ വിരുദ്ധം എന്നാണ് വനം വകുപ്പിന്റെ നിലപാട്. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, കഴിഞ്ഞ ദിവസമാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പ്രതികരണം ഉണ്ടായത്. എന്താണ് വനം വകുപ്പിന്റെ നീക്കം, ഉമേഷ്? നല്ല ശക്തമായ നടപടിയെടുക്കാൻ തന്നെയാണ് വനംവകുപ്പിന്റെ നീക്കം. വനംവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിരിക്കുന്നു ഇടപെടൽ ആവശ്യപ്പെട്ട്. ആദ്യഘട്ടമായി ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിന് ഓണറേറിയം ഈ ഗൺ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഓണറേറിയം വൈൽഡ് ലൈഫ് വാർഡൻ എന്നുള്ള പദവി നൽകിയിട്ടുണ്ട്. അത് ഈ കാട്ടുപന്നികളെ അടക്കം വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ടിയുള്ള മുൻകരുതൽ എന്ന നിലയിലാണ് നൽകിയത്. ഈ പദവി എടുത്തു കളയും. ഈ തോക്ക് ലൈസൻസ് അടക്കം ഇതിലോടുകൂടി റദ്ദാവുകയും ചെയ്യും. ആദ്യ നടപടി അതാണ്. എന്തായാലും ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാട് അത് ഭരണഘടനാ വിരുദ്ധമാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്നും ഈ കത്തിൽ അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും തെറ്റായ പ്രവണതയ്ക്കെതിരെ തദ്ദേശ വകുപ്പുമായി സംസാരിച്ച് തുടർ നടപടി സ്വീകരിക്കണമെന്നും ഈ കത്തിൽ പറയുന്നുണ്ട്. ഉന്മേഷ്, ശരി. ഉമേഷ് ബാലകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. CPIM സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാത്തതിലെ പരസ്യ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പാർട്ടി നേതൃത്വത്തിന് വഴങ്ങി എ പത്മകുമാർ. പാർട്ടിക്കാരൻ എന്ന നിലയിൽ തന്റെ പ്രതികരണങ്ങൾ ഒഴിവാക്കണമായിരുന്നുവെന്ന് 24നോട് അദ്ദേഹം പ്രതികരിച്ചു. AK ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഇടപെടലിന് പിന്നാലെയാണ് എ പത്മകുമാർ നിലപാടിൽ അയവ് വരുത്തിയത്. നാളെ ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നതിന് മുൻപ് പത്മകുമാറിനെ വരുതിയിലാക്കിയിരിക്കുകയാണ് CPIM. AK ബാലൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പത്മകുമാറുമായി സംസാരിച്ചിരുന്നു. ഇതോടെയാണ് പത്മകുമാർ നിലപാട് മയപ്പെടുത്തിയത്. അച്ചടക്കമുള്ള കേഡർ എന്ന നിലയിൽ പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണമായിരുന്നുവെന്ന് എ പത്മകുമാർ 24നോട്. പാർട്ടി കേഡർ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതിപ്പോൾ മറ്റൊരാളാണ് ഇത് പറയുന്നതെങ്കിൽ അയാളുടെ പേര് കർശനമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുമായിരുന്നു. കമ്മിറ്റി ചർച്ച ചെയ്യട്ടെ, പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കട്ടെ.
ആ തീരുമാനത്തോടൊപ്പം ഞാൻ നിൽക്കും. വീണ ജോർജിനെതിരെ നടത്തിയ പരാമർശങ്ങൾ വ്യക്തിപരമല്ല. നാളെ നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. പാർട്ടി എടുക്കുന്ന ഏത് നടപടിയും അംഗീകരിക്കുമെന്നും പത്മകുമാർ. സാർ, വീണ ജോർജ്, ഞാൻ ഒരിക്കലും വീണ ജോർജിനെതിരായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉന്നയിക്കലല്ല. സാർ, വീണ ജോർജ് MLA എന്നുള്ള നിലയ്ക്ക്, മന്ത്രി എന്നുള്ള നിലയ്ക്ക് നല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായുള്ളൂ. ആ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ്. ആ പറഞ്ഞ കാര്യം വെളിയിൽ പറഞ്ഞു എന്നുള്ളതാണല്ലോ പ്രശ്നം. അത് നമുക്ക് എങ്ങനെ വേണമെന്നുള്ളത് പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്യട്ടെ. BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന മാധ്യമ വാർത്തകളും പത്മകുമാർ നിഷേധിച്ചു. പത്മകുമാർ പറഞ്ഞത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. പല ഭാഗത്തും വരുന്നില്ല, ചില പ്രസ്താവന വന്നിട്ട് അവരെന്നെ തിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതിൽ വിയോജിപ്പല്ല, അദ്ദേഹം തന്നെ രേഖപ്പെടുത്തുന്നു, അദ്ദേഹം തന്നെ തിരുത്തിയതൊക്കെ അല്ലേ. അത് വെറുതെ അതിന്റെ പേര് ഞാനും. നാളെ നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പത്മകുമാറിന്റെ പരാമർശങ്ങൾ പരിശോധിക്കുമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ നടപടികളിലേക്ക് പാർട്ടി കടന്നേക്കില്ല. AV ജയശങ്കർ, 24, പത്തനംതിട്ട. +2 കെമിസ്ട്രി പരീക്ഷയുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകാൻ തയ്യാറായ 24-ന് ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 നന്ദി എന്നൊക്കെ ഇപ്പോൾ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. വിദ്യാർത്ഥികൾ ആശങ്ക അറിയിച്ചൊരു വിഷയമായിരുന്നു. അതിലാണ് ഇടപെട്ട വാർത്ത നമ്മൾ നൽകിയത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാക്കാത്തതിൽ വിഷമമില്ലെന്ന് പ്രവർത്തന ചരിത്രം എണ്ണിപ്പറഞ്ഞ് കടകംപള്ളി സുരേന്ദ്രൻ. സ്ഥാനത്തിന് വേണ്ടി ആരുടെയും പിന്നാലെ പോയിട്ടില്ല. പ്രൊഫൈൽ ഫോട്ടോ മാറ്റിയത് ദുർവ്യാഖ്യാനം ചെയ്തെന്നും കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. പാർട്ടിയിൽ എതിർപ്പുകൾ ഉയരുന്നതിനിടെയായിരുന്നു ഫേസ്ബുക്കിലൂടെയുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. നവകേരള മാർച്ചിന്റെ സമാപന സമ്മേളനം 2016 ഫെബ്രുവരി 15 എന്നെഴുതിയ ശേഷം ആശ്ചര്യചിഹ്നത്തോടെയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിനെ വ്യാഖ്യാനിച്ചത്. പോസ്റ്റിനെ പിന്തുണച്ചും എതിർത്തും CPIM പ്രവർത്തകർ തന്നെ രംഗത്തെത്തി. പിന്നാലെയാണ് എല്ലാ മാധ്യമങ്ങളുടെ തലയിലിട്ടും പ്രവർത്തന ചരിത്രം എണ്ണിപ്പറഞ്ഞും കടകംപള്ളി സുരേന്ദ്രന്റെ വിശദീകരണം. എനിക്കില്ലാത്ത ഉത്കണ്ഠയും എനിക്കില്ലാത്ത വിഷമവും എനിക്കില്ലാത്ത സങ്കടവുമാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ളതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. വിഭാഗീയത ഇല്ലാതിരുന്ന സമ്മേളനമാണ് കഴിഞ്ഞുപോയതെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഫേസ്ബുക്ക് ചിത്രം മാറ്റിയ സംഭവത്തിൽ താൻ നേരിട്ടല്ല ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്നതെന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ വിശദീകരണം. 24, തിരുവനന്തപുരം. CPIM സംസ്ഥാന കമ്മിറ്റിയിൽ VS അച്യുതാനന്ദനെ പ്രത്യേക ക്ഷണിതാവാക്കും. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ ശേഷമാകും VSനെ പ്രത്യേക ക്ഷണിതാവായി തീരുമാനിക്കുക. ഇക്കാര്യം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്ഥിരീകരിച്ചു. പ്രായപരിധി കവിഞ്ഞ നേതാക്കളെ ഉൾക്കൊള്ളിക്കാൻ പാർട്ടി സംവിധാനം ഒരുക്കുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും പറഞ്ഞു. CPIM സ്ഥാപക നേതാക്കളിൽപ്പെട്ട VS അച്യുതാനന്ദനെ ഒരു ഘടകത്തിലും ഉൾപ്പെടുത്താത്തത് ചർച്ചയായിരുന്നു. VSനെ സംസ്ഥാന കമ്മിറ്റി പ്രത്യേക ക്ഷണിതാവാക്കാനാണ് പാർട്ടി തീരുമാനമെന്ന് 24 റിപ്പോർട്ട് ചെയ്തു. ഇതിനു പിന്നാലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇക്കാര്യം സ്ഥിരീകരിച്ചു. ക്ഷണിക്കപ്പെടേണ്ട നേതാക്കന്മാരെ പറ്റിയുള്ള തീരുമാനം പാർട്ടി കൈക്കൊള്ളുമെന്നും അതിൽ ഒന്നാമത്തെ പേര് VSന്റേതായിരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. VSന് എന്തെങ്കിലും രീതിയിൽ ക്ഷണിതാവാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ വാർത്തകളൊക്കെ അടിസ്ഥാനപരമായ തെറ്റായ വാർത്തയാണ്. സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി സ്വാഭാവികമായിട്ടും ക്ഷണിക്കപ്പെടേണ്ടുന്ന നേതാക്കന്മാരെ പറ്റിയുള്ള തീരുമാനം പാർട്ടി കൈക്കൊള്ളും. അതിൽ ഒന്നാമത്തെ പേര് VSന്റേതായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകും. ഒഴിവാക്കിയ പ്രായപരിധി കഴിഞ്ഞ നേതാക്കളെ ബന്ധപ്പെട്ട ഘടകങ്ങളിൽ ഉൾപ്പെടുത്താനും പാർട്ടി ആലോചിക്കുന്നുണ്ട്. ഇവരെ എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്ന് പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യുമെന്ന് PB അംഗം MA ബേബി പറഞ്ഞു. മുതിർന്ന നേതാക്കന്മാരെ പ്രായപരിധിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞവരെ ഏത് തരത്തിലാണ് എവിടെയാണ് ഉൾക്കൊള്ളിക്കേണ്ടത്, അവരുടെ സേവനങ്ങൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, അത് പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യാൻ പോവുകയാണ്. സംസ്ഥാന നേതൃത്വങ്ങളുടെയും അഭിപ്രായം തേടി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങളിൽ AICC നേതൃത്വത്തെ ആശങ്ക അറിയിച്ച UDF ഘടകകക്ഷികൾ. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായി മുസ്ലിം ലീഗ് RSP നേതാക്കൾ നടത്തിയ കൂടിക്കാഴ്ചകളിലാണ് ഇക്കാര്യം ചർച്ചയായത്. മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന ഉത്തരവാദിത്തം കോൺഗ്രസ് പ്രകടിപ്പിക്കണമെന്ന് കൂടിക്കാഴ്ചയിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാരെന്ന ചർച്ചകൾ, ശശി തരൂരിന്റെ വിവാദ ലേഖനം, KPCC അധ്യക്ഷ പദം, അങ്ങനെ അടുത്തിടെ കോൺഗ്രസിൽ ഉയർന്ന തർക്കങ്ങളിൽ UDF ഘടകകക്ഷികൾ നേരത്തെ തന്നെ അതൃപ്തി പരസ്യമാക്കിയതാണ്. ഇപ്പോൾ ഹൈക്കമാൻഡിനെയും ആശങ്ക നേരിട്ടറിയിച്ചു. കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾ പരിഹരിച്ചെങ്കിലും അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന അഭിപ്രായമാണ് മുസ്ലിം ലീഗിനും RSPക്കും. തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ ഘടകകക്ഷികളുമായിട്ടും അവർ നടത്തുന്ന ചർച്ചയല്ലേ, തീർച്ചയായും പിന്നെ അത്തരം കാര്യങ്ങൾ തന്നെയാണല്ലോ. പക്ഷേ ചർച്ചയുടെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ കഴിയില്ല. ഇന്ന് നിലവിലുള്ള ഗവൺമെൻറ്റിനെതിരെ ശക്തമായ ജനരോഷം നിലനിൽക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്.
അത് UDF അനുകൂലമായി പോസിറ്റീവായി വോട്ടായി മാറുന്ന സാഹചര്യം ഉണ്ടാകണം. അത് വെച്ചുകൊണ്ട് UDF അധികാരത്തിൽ വരണം. ഇതിനുവേണ്ടി ദീർഘനേരം ഞങ്ങൾ ആശയവിനിമയം നടത്തി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഘടകകക്ഷികൾ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചത്. പൊതുസമൂഹത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ നേതാക്കൾ പ്രവർത്തിക്കരുതെന്ന് ചർച്ചയിൽ മുസ്ലിം ലീഗ് നേതൃത്വം അഭിപ്രായപ്പെട്ടു. മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന ഉത്തരവാദിത്വം കോൺഗ്രസ് പ്രകടിപ്പിക്കണമെന്നും മുസ്ലിം ലീഗ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുന്ന സ്ഥിതിയാണ് സംസ്ഥാനത്തുള്ളതെന്നും മുന്നണി നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു. 24 തിരുവനന്തപുരം. കുട്ടികൾക്കിടയിൽ അക്രമം തന്നെ ലഹരിയായി മാറിയെന്ന് മന്ത്രി MB രാജേഷ്. സിനിമകളും ക്യാമ്പസുകളിലെ അരാഷ്ട്രീയതയും ഇതിന് കാരണമായെന്നും മന്ത്രി പറഞ്ഞു. പുതുതലമുറ മുഴുവൻ കൊള്ളരുതാത്തവരാണ് എന്ന പ്രചാരണം നേരിടണം എന്ന് PC വിഷ്ണുനാഥ് MLA ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗവും അക്രമങ്ങളും കൂടുന്നുണ്ട്. കുട്ടികൾക്കിടയിൽ അക്രമം തന്നെ ഇപ്പോൾ ലഹരിയാകുന്നു. സിനിമകളും വെബ് സീരീസുകളുമെല്ലാം ഇതിന് കാരണമാണ്. ക്യാമ്പസുകളിലെ അരാഷ്ട്രീയത, ലഹരി ഉപയോഗം ഉൾപ്പെടെ ഉയരാൻ കാരണമാണെന്നും MB രാജേഷ് നിയമസഭയിൽ. ക്യാമ്പസിലെ അരാഷ്ട്രീയത, രാഷ്ട്രീയത്തിൻ്റെയും ആശയ സംവാദങ്ങളുടെയും ശൂന്യത, അതാണ് ഈ ലഹരി ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള അരാജക പ്രവണതകൾക്കും വഴി തുറന്നിട്ടുള്ളത്. പക്ഷേ ഇതുപോലെ ഒരു വയലൻസിൻ്റെ മഹത്വവൽക്കരണം ഉണ്ടായിട്ടില്ല. ഇവിടെ നേതൃത്വമില്ലാത്ത ആൾക്കൂട്ടത്തിന് അക്രമം ഒരു ലഹരിയായിട്ട് മാറിയാൽ എല്ലാ സ്കൂളുകളിലും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കുമായി പ്രഹാരി നർക്കോട്ടിക് സമിതികൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും എക്സൈസ് മന്ത്രി അറിയിച്ചു. പുതുതലമുറ മുഴുവൻ കൊള്ളരുതാത്തവരാണെന്ന പ്രചാരണം സമാന്തരമായി നടക്കുന്നുണ്ടെന്ന് PC വിഷ്ണുനാഥ് MLA. ഈ പുതിയ തലമുറ മുഴുവൻ സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്തവരും കൊള്ളരുതാത്തവരുമാണെന്ന ഒരു പ്രചരണവും കൂടെ സമാന്തരമായി നടക്കുന്നുണ്ട്. അതിനെയും നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഫ്ലഡിൻ്റെ സമയത്താണെങ്കിലും കോവിഡ് കാലത്താണെങ്കിലും നമ്മുടെ ചെറുപ്പക്കാർ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രതികരിച്ച അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ചോദ്യോത്തരവേളയിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് വേണ്ടിയാണ് MB രാജേഷിന്റെ മറുപടി. 24 തിരുവനന്തപുരം. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ലഹരിവേട്ട. ഇന്നോവ കാറിൽ കടത്താൻ ശ്രമിച്ച 6.5 കിലോ കഞ്ചാവ് പിടികൂടി. എക്സൈസ് സംഘത്തെ കണ്ട് പ്രതികൾ കാർ ഉപേക്ഷിച്ച് ഓടി കടന്നുകളഞ്ഞു. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാൽ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്ന് വ്യാപനം തടയാൻ വേണ്ടിയിട്ടാണ് എക്സൈസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ചെങ്ങന്നൂർ എക്സൈസ് സർക്കിൾ പാർട്ടിയും റേഞ്ച് പാർട്ടിയും ഇന്റലിജൻസ് ബ്യൂറോയും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ചെങ്ങന്നൂർ മംഗലം ഭാഗത്തു നിന്നാണ് 6.5 കിലോഗ്രാം കഞ്ചാവും ഇന്നോവ കാറും കണ്ടെടുത്തത്. എക്സൈസിനെ കണ്ട് പ്രതികൾ, ഈ വാഹനത്തിനകത്ത് 4 പേർ ഉണ്ടായിരുന്നു എന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. 4 പേരും പക്ഷേ എക്സൈസ് സംഘം പിന്തുടരുന്നു എന്ന് മനസ്സിലാക്കി കാർ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ പ്രതികളെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് എന്നാണ് എക്സൈസ് ഇൻസ്പെക്ടർ കമ്മീഷണർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇവരെ പിടികൂടാൻ സാധിക്കും. ചെങ്ങന്നൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സജീവ് കുമാർ, കൂടാതെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറായിട്ടുള്ള ജോഷി ജോൺ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായിട്ടുള്ള കെ അനിൽ തുടങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഈ സ്ക്വാഡിൽ പങ്കെടുക്കുകയും ഇപ്പോൾ ഇത്രയും അധികം കഞ്ചാവ് പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. എന്നെങ്കിലും ഇവരെ ഉടൻ തന്നെ പ്രതികളെ പിടികൂടാൻ സാധിക്കുമെന്നാണ് എക്സൈസ് അറിയിക്കുന്നത്. ഉന്മേഷ്, മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്ന് നടന്ന ലഹരിവേട്ടയിൽ പിടിയിലായത് 5 പേരാണ്. കോഴിക്കോട് 2 ഇടങ്ങളിലും കൊച്ചിയിലുമായി MDMAയുമായാണ് പ്രതികൾ പിടിയിലായത്. ഇടുക്കിയിലും കാസർഗോഡും ഹാഷിഷോയിലും കഞ്ചാവും പിടികൂടി. കഞ്ചാവ് കടത്താൻ കൂട്ടുനിൽക്കാത്തതിന് പാലക്കാട് കൂട്ടുപാതയിൽ യുവാവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ 3 പേരെ കസബ പോലീസ് പിടികൂടി. കോഴിക്കോട് 2 ഇടങ്ങളിലായാണ് MDMA പിടികൂടിയത്. എലത്തൂർ സ്റ്റേഷൻ പരിധിയിൽ 79.74 ഗ്രാം MDMAയുമായി 3 പേരാണ് പിടിയിലായത്. പാവങ്ങാടിന് സമീപം ഹോം സ്റ്റേയിൽ വെച്ചാണ് പോലീസും ഡെൻസാഫും ചേർന്ന് ഇവരെ പിടികൂടിയത്. കുറ്റിക്കാട്ടൂർ സ്വദേശി മിഥുൻ രാജ്, പുതിയങ്ങാട് സ്വദേശി നൈജിൻ റിറ്റ്സ്, പൂവാട്ടുപറമ്പ് സ്വദേശി രാഹുൽ എന്നിവരാണ് പ്രതികൾ. ബംഗളൂരുവിൽ നിന്നെത്തിക്കുന്ന MDMA ചെറിയ പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തുന്ന സംഘമാണിവർ. ചാത്തമംഗലം നായർക്കുഴി GHSന് സമീപം വെച്ചാണ് MDMAയുമായി യുവാവ് പിടിയിലായത്. സംശയം തോന്നിയ കളന്തോട് സ്വദേശിയായ റിഷാദിൽ നിന്ന് 0.45 ഗ്രാം MDMAയാണ് കണ്ടെടുത്തത്. ഇയാളുടെ ബൈക്കും മാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊച്ചിയിൽ 23 ഗ്രാം MDMAയുമായി മണ്ണഞ്ചേരി സ്വദേശി ഷിയാസാണ് പിടിയിലായത്. ഡെൻസാഫും പോലീസും ചേർന്ന് ചക്കരപ്പറമ്പിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. ഇടുക്കി കമ്പംമേട്ടിൽ 105 ഗ്രാം ഹാഷിഷ് ഓയിലുമായി ആലപ്പുഴ വണ്ടാനം സ്വദേശി അഷ്കർ വാഹന പരിശോധനയ്ക്കിടയിലാണ് പിടിയിലായത്. അതിർത്തി വഴി കേരളത്തിലേക്ക് കൊണ്ടുവന്നതായിരുന്നു ഇത്. കാസർഗോഡ് സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 4 കിലോ കഞ്ചാവുമായി
മഞ്ചേശ്വരം ബംബ്രാണ സ്വദേശി സുനിൽകുമാറാണ് പിടിയിലായത്. ഇതിനിടയിലാണ് പാലക്കാട് നിന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട അക്രമവാർത്ത പുറത്തുവന്നത്. ഈ മാസം 1-നായിരുന്നു ഈ സംഭവം. 3 പേർ പാലക്കാട് കൂട്ടുപാതയിലേക്ക് പോവാൻ അബ്ബാസിന്റെ ഓട്ടോയിൽ കയറി. കൂട്ടുപാതയിൽ നിന്ന് ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും കഴുത്തിന് പിടിച്ച് മർദ്ദിച്ചെന്നുമാണ് അബ്ബാസിന്റെ മൊഴി. കഞ്ചാവ് കടത്താനാണെന്ന് അറിഞ്ഞതോടെ കഴിയില്ലെന്നറിയിച്ച് പ്രദേശത്തു നിന്ന് പോകാൻ തുടങ്ങിയതോടെ കൂടുതൽ പേർ ചേർന്ന് വീണ്ടും മർദ്ദിച്ചെന്നും അബ്ബാസ്. കേസിൽ 3 പേരെ പാലക്കാട് കസബ പോലീസ് പിടികൂടി. ചന്ദ്രനഗർ സ്വദേശികളായ ജിതിൻ എന്ന ജിത്തു, അനീഷ്, കൂട്ടുപാത സ്വദേശി സ്മികേഷ് എന്ന ഷാജി എന്നിവരെയാണ് പോലീസ് പിടിച്ചത്. പിടിയിലായ 3 നിരവധി ലഹരിക്കടത്ത് കേസിലും അടിപിടി കേസുകളിലും പ്രതികളാണ്. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും അന്വേഷണം തുടങ്ങിയെന്നും കസബ പോലീസ് പറയുന്നു. സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം ലഹരിക്കെതിരെ ജനകീയ കൂട്ടായ്മകൾ ഉയർന്നു വരേണ്ടതുണ്ട്. ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണിത്. മിഥില ബാലൻ, 24 കോഴിക്കോട്. സംസ്ഥാനത്ത് ചൂട് കൂടുന്നുണ്ട്. 3 പേർക്കാണ് ഇന്ന് സൂര്യാഘാതമേറ്റത്. കോഴിക്കോട് കാരശ്ശേരിയിൽ കർഷകനായ ആനയംകുന്ന് സ്വദേശി സുരേഷിന് പൊള്ളലേറ്റു. പത്തനംതിട്ട കോന്നിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗമായ KG ഉദയനാണ് സൂര്യാഘാതമേറ്റത്. മലപ്പുറത്ത് വീടിന്റെ ടെറസിന് മുകളിൽ ജോലി ചെയ്യുകയായിരുന്ന മധ്യവയസ്കനും സൂര്യാഘാതമേറ്റു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ്. മലപ്പുറത്ത് വീടിന്റെ ടെറസിന്റെ മുകളിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഹുസൈന വലതു കൈയിലും കഴുത്തിലും സൂര്യാതപമേറ്റത്. കോഴിക്കോട് കാരശ്ശേരിയിൽ കർഷകന് സൂര്യാഘാതമേറ്റു. ആനയാംകുന്ന് സ്വദേശി സുരേഷിനാണ് സൂര്യാതപമേറ്റത്. കൃഷിസ്ഥലത്ത് വെച്ച് സൂര്യാതപമേറ്റുവെന്നാണ് സംശയം. പത്തനംതിട്ട കോന്നിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം KG ഉദയന് സൂര്യാഘാതമേറ്റു. പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി, കണ്ണമ്പ്ര എന്നിവിടങ്ങളിൽ ചൂടേറ്റ് കന്നുകാലികൾ ചത്തു. പോസ്റ്റ്മോർട്ടത്തിൽ സൂര്യാഘാതമാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചു. കൊടും ചൂട് തുടരുന്നതിനാൽ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രാവിലെ 10 മുതൽ 3 വരെ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്നാണ് ജാഗ്രതാ നിർദ്ദേശം. 24 തിരൂർ. കണ്ണൂർ ഇരിക്കൂറിലെ ആദിവാസി യുവതി രജനിയുടെ മരണം കൊലപാതകം എന്ന് പോലീസ്. പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരിക രക്തസ്രാവം മരണകാരണം എന്നാണ് കണ്ടെത്തൽ. ഭർത്താവ് ബാബുവിനെ ഇരിക്കൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്നലെയാണ് ഇരിക്കൂർ ഊരത്തൂരിലെ കശുവണ്ടിത്തോട്ടത്തിൽ പ്രത്യേകം നിർമ്മിച്ച ഒരു ഷെഡിൽ ഈ ആദിവാസി യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രജനി എന്നാണ് ആ യുവതിയുടെ പേര്. ഈ മരണത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ പ്രാഥമിക പരിശോധന നടത്തിയ ഘട്ടത്തിൽ തന്നെ ആ ഇരിക്കൂർ പോലീസ് ചില അസ്വാഭാവികതയുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. യുവതിയുടെ ദേഹത്ത് മുറിവുകൾ ഉണ്ടായിരുന്നു എന്നത് ഇൻക്വസ്റ്റിലൂടെ വ്യക്തമായിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടം വന്നാൽ മാത്രമേ അതിൽ സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നതാണ് പോലീസ് പറഞ്ഞത്. അതിനിടെ ഇവരുടെ അയൽവാസികളായിട്ടുള്ളവർ ഈ ഭർത്താവ് ബാബുവും അതോടൊപ്പം തന്നെ രജനിയും തമ്മിൽ ചില വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു, അതിന്റെ ശബ്ദം കേട്ടിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മൊഴി നൽകിയിരുന്നു. തുടർന്നാണ് ബാബുവിനെ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഭർത്താവായിട്ടുള്ള ബാബുവിന്റെ മർദ്ദനത്തെ തുടർന്നാണ് രജനിയുടെ മരണം സംഭവിച്ചത് എന്ന് കൂടി സ്ഥിരീകരിക്കുകയാണ്. തുടർന്നാണ് ഇപ്പോൾ ബാബുവിന്റെ അറസ്റ്റ് ഇരിക്കൂർ പോലീസ് എന്തായാലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. കുടുംബ പ്രശ്നമാണ് ഈ ഇത്തരം മർദ്ദനവും പിന്നീട് ഈ മരണത്തിലേക്കും നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പാതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാം ഡയറക്ടർ KN ആനന്ദകുമാർ അറസ്റ്റിൽ. തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ചിന്റെ നടപടി. കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നാലെ ദേഹാസ്വാസ്ഥ്യമുണ്ടായ ആനന്ദകുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാതിവില തട്ടിപ്പിൽ ആനന്ദകുമാറിനെ പ്രതി ചേർത്ത് കണ്ണൂരിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്ത് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകാത്തതിനെ തുടർന്ന് കേസ് 2 തവണ മാറ്റിവെച്ചിരുന്നു. ഇന്ന് കേസ് പരിഗണിച്ച കോടതി ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. തനിക്ക് തട്ടിപ്പിൽ പങ്കില്ലെന്ന ആനന്ദകുമാറിന്റെ വാദം തള്ളിയ ക്രൈംബ്രാഞ്ച് NGO കോൺഫെഡറേഷനിൽ നിന്നും ആനന്ദകുമാർ പണം വാങ്ങിയതിന് തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നും കോടതിയെ അറിയിച്ചു. പിന്നാലെ ശാസ്തമംഗലത്തെ വീട്ടിൽ നിന്നും ക്രൈംബ്രാഞ്ച് സംഘം ആനന്ദകുമാറിനെ കസ്റ്റഡിയിലെടുത്തു. ജവഹർ നഗർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചാണ് ആനന്ദകുമാറിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആനന്ദകുമാറിനെ ചോദ്യം ചെയ്യാൻ എറണാകുളത്തേക്ക് കൊണ്ടുപോകാനായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തീരുമാനം. അഡ്മിറ്റ് ചെയ്ത ആനന്ദകുമാറിനെ ക്രൈംബ്രാഞ്ച് സംഘം ആശുപത്രിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. മൂവാറ്റുപുഴയിലെ സീഡ് സൊസൈറ്റി സെക്രട്ടറി നൽകിയ പരാതിയിലാണ് നടപടി. നാളെ മജിസ്ട്രേറ്റിനെ എത്തിച്ച് റിമാൻഡ് ചെയ്യും. 24 തിരുവനന്തപുരം.
10ാം ക്ലാസ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ മുഖ്യപ്രതി മുഹമ്മദ് ഷുഹൈബ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലായിട്ടും സജീവമായി തുടർന്ന് MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനൽ. മുഹമ്മദ് ഷുഹൈബുമായി തെളിവെടുപ്പ് നടക്കുമ്പോഴാണ് SLC പരീക്ഷയുടെ ഉറപ്പുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും വാട്സാപ്പ് വഴി നൽകാമെന്ന യൂട്യൂബ് ചാനലിന്റെ പരസ്യ വാഗ്ദാനം. ഇന്നുച്ചയ്ക്ക് 12:45 MS സൊല്യൂഷൻസ് SSLC എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ വാഗ്ദാനം പ്രത്യക്ഷപ്പെട്ടത്. ചോദ്യപേപ്പർ ചോർച്ചാ കേസിലെ മുഖ്യപ്രതിയും CEOയുമായ മുഹമ്മദ് ഷുഹൈബിന്റെ ഫോട്ടോ ഉൾപ്പെടുത്തിയാണ് 199 രൂപയ്ക്ക് സയൻസ് വിഷയങ്ങളിൽ A+ എന്ന തലക്കെട്ടോടെ വാഗ്ദാനം നൽകിയത്. താല്പര്യമുള്ളവർ പരസ്യത്തിലുള്ള നമ്പറുകളിൽ ബന്ധപ്പെടണം. ആ സമയത്താണ് പണം നൽകേണ്ട QR കോഡും ഗൂഗിൾ ഫോമും ലഭിക്കുക. പണം നൽകിയ സ്ക്രീൻഷോട്ട് നൽകിയാൽ ഉടൻ ചോദ്യപേപ്പറും ഉത്തരവും PDF ആയി ലഭിക്കും. നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ A+ ഉറപ്പ് പറയാൻ കഴിയില്ലെന്നും A+ ലഭിക്കണമെങ്കിൽ പഠിക്കണമെന്നുമായിരുന്നു വിശദീകരണം. A+ ഉറപ്പിക്കാന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ അതിൽ നിങ്ങളുടെ മുൻ വർഷങ്ങൾ ഒരുപാട് വർഷങ്ങൾ മുന്നേയുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾ പഠിച്ചെടുക്കുന്നത് പോലെയാണ് ഇരിക്കുക. അല്ലാതെ A+ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെയല്ല അതിൽ വരുന്നത്. ക്രിസ്തുമസ് 10ാം ക്ലാസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ മുഖ്യപ്രതി മുഹമ്മദ് ഷുഹൈബുമായി തെളിവെടുപ്പ് നടക്കുമ്പോഴാണ് മറുഭാഗത്ത് വിദ്യാർത്ഥികൾക്ക് വാഗ്ദാനം നൽകിയതെന്നതും ശ്രദ്ധേയമാണ്. കമ്പനി CEO കൂടിയായ പ്രതിയെ 3 ദിവസത്തേക്കാണ് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. ഉപഭോക്താക്കൾക്ക് സ്റ്റാർലിങ്കിന്റെ അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കാൻ സ്പേസ് എക്സുമായി കരാർ ഒപ്പിട്ട് എയർടെൽ. സ്പേസ് എക്സുമായി രാജ്യത്ത് ഒപ്പുവെക്കുന്ന ആദ്യ കരാറാണ് ഇത്. എയർടെൽ വഴി ബിസിനസ് ഉപഭോക്താക്കൾക്ക് സ്റ്റാർലിങ്ക് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനും ഗ്രാമപ്രദേശങ്ങളിൽ കണക്ടിവിറ്റി സുഗമമാക്കുന്നതിനും ഇതിലൂടെ കഴിയും എന്ന് എയർടെൽ അറിയിച്ചു. ലോകോത്തര നിലവാരമുള്ള ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് എല്ലായിടത്തും എത്തിക്കാനാണ് ശ്രമമെന്ന് മാനേജിംഗ് ഡയറക്ടറും വൈസ് ചെയർമാനുമായ ഗോപാൽ വിറ്റൽ അറിയിച്ചു. LDF ഭരിക്കുന്ന പത്തനംതിട്ട കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനാൽ നിക്ഷേപകൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കോന്നി പയ്യനാമണ്ണ് സ്വദേശി ആനന്ദനാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ആനന്ദൻ നേരത്തെ 3 മാസത്തെ പലിശ വാങ്ങിയിരുന്നുവെന്നും ബാങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നുമാണ് അധികൃതരുടെ പ്രതികരണം. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ആനന്ദൻ അമിത അളവിൽ ഗുളിക കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററുള്ള ആനന്ദന്റെ നില ഗുരുതരമായി തുടരുന്നു. കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ 11 ലക്ഷം രൂപയോളം ആനന്ദന് നിക്ഷേപം ഉണ്ടായിരുന്നു. ഏറെക്കാലമായി പണത്തിനായി ബാങ്കിൽ കയറിയിറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസവും ബാങ്കിൽ പോയി പണം ലഭിക്കാതെ വന്നതോടെയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് കുടുംബം. എനിക്കിനി ജീവിക്കേണ്ട ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലെല്ലാം പോയി എന്നും പറഞ്ഞെടുത്ത് കഴിക്കുകയാണ്. പണം ആവശ്യപ്പെട്ട് കഴിഞ്ഞ നവംബർ മാസത്തിൽ ആനന്ദൻ ബാങ്കിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. പണം തിരികെ ലഭിക്കാൻ ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവും സമ്പാദിച്ചു. പണം തിരികെ നൽകാമെന്ന് ബാങ്ക് ഭരണസമിതി ഉറപ്പു നൽകി. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും പലിശ മാത്രമാണ് ബാങ്കിൽ നിന്ന് ലഭിച്ചതെന്ന് കുടുംബം പറയുന്നു. കഴിഞ്ഞ ദിവസം ആനന്ദൻ ബാങ്കിൽ വന്നിരുന്നു. 3 മാസത്തെ പലിശ നൽകിയതായും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായില്ലെന്നും ബാങ്ക് അധികൃതർ വിശദീകരിക്കുന്നു. ബാങ്കിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും സെക്രട്ടറി. ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് പോയവർ കുറെ അടയ്ക്കാനുണ്ട്. ലോൺ ഇനത്തിലൊക്കെ കുറെ ബാങ്കിന് കിട്ടാനുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ റിക്കവറി ബാങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതിൻ്റെ അനുസരിച്ച് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ സംഭവമായിട്ട് ബാങ്കിന് ബന്ധമില്ല. നമുക്ക് ഇന്നലെ വന്ന് പുള്ളി പലിശ മേടിച്ച് പോവായിരുന്നു. അല്ലാതെ ഒരു സംസാര വിഷയമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതേസമയം നിരവധി പേരാണ് ബാങ്കിൽ നിക്ഷേപം പിൻവലിക്കാൻ ദിവസവും എത്തുന്നത്. എനിക്ക് 4-5 ലക്ഷം രൂപ ആയിട്ടാണ്. ഇന്ന് തരാം, നാളെ തരാം. ഞാൻ 3 വർഷം കൊണ്ട് നടക്കുക. 2000 രൂപ 1000 രൂപ വെച്ചിട്ടായിട്ടുണ്ട്. 2017 കോന്നി റീജിയണൽ ബാങ്കിൽ കോടികളുടെ ക്രമക്കേട് കണ്ടെത്തുന്നത്. തുടർന്ന് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ കഴിയാത്ത അവസ്ഥയായി. സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. AB ജയശങ്കർ, 24 പത്തനംതിട്ട. മണിപ്പൂരിൽ നിന്നൊരു വാർത്ത വരുന്ന വിനീത വിജയ അറിയിക്കുന്നു. മണിപ്പൂരിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ 3 ജവാന്മാർക്ക് വീരമൃത്യു. ജവാന്മാർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെടുകയായിരുന്നു. 8 പേർക്ക് പരിക്കുമുണ്ട്. മണിപ്പൂരിലെ സോനാപത്തിലാണ് ഈ അപകടം എന്നാണ് വിനീത വിജി ഇപ്പോൾ അറിയിക്കുന്നത്. 24 കണക്റ്റും K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നടത്തുന്ന ഭവന നിർമ്മാണ പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിലെ 12ാമത്തെ വീടിന്റെ കല്ലിടൽ ചടങ്ങ് നടക്കും. മാവേലിക്കര തെക്കേക്കര 12ാം വാർഡിലെ വിനീതയ്ക്കാണ് സ്നേഹവീട് ഒരുങ്ങുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾക്കൊപ്പം വാടക വീട്ടിൽ താമസിച്ചു പോരുകയായിരുന്ന വിനീതയുടെ ഏറെ നാളത്തെ ഒരു വീടെന്ന സ്വപ്നമാണ് 24 കണക്റ്റിന്റെയും K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും കരുത്തിൽ പൂവണിയുന്നത്. സ്വന്തമായി സ്ഥലമില്ലാതിരുന്ന വിനീതയ്ക്ക് PC തോമസ് VK തറയിൽ എന്ന വ്യക്തിയാണ് 5 സെന്റ് ഭൂമി വാങ്ങി നൽകിയത്. ഫാദർ ഡോക്ടർ സാമുവൽ പായ്ക്കാട്ടിലിന്റെ കാർമ്മികത്വത്തിൽ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ മോഹൻകുമാർ വീടിന്റെ കല്ലിടൽ കർമ്മം നടത്തി. ഇവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ സ്ലീബാഡ് അടയാളത്താൽ മുദ്രകുത്തിക്കൊണ്ട് അടിസ്ഥാനശിലാവിക്കപ്പെടുന്നു.
ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് വിനീത. 24 കണക്റ്റും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നടത്തുന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗത്തിൽ ഞങ്ങൾ അപേക്ഷിച്ചു. അവിടുന്ന് ഞങ്ങൾക്കൊരു വീട് വയ്ക്കാനുള്ള സഹായം അവർ ചെയ്തു തന്നു. തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ മോഹൻകുമാർ, 12ാം വാർഡ് മെമ്പർ പി അജിത് എന്നിവർ സംസാരിച്ചു. PC തോമസ് അവർക്ക് 5.25 സെന്റ് സ്ഥലം കൊടുക്കുകയും അവർക്കിപ്പം 24 ന്യൂസും അതുപോലെ തന്നെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്നുകൊണ്ട് വീട് വെച്ചു കൊടുക്കുന്നതിൻ്റെ പ്രവർത്തനം നടന്നു. അതെൻ്റെ വാർഡിലായിട്ടുള്ള പൊന്നേഴയിൽ ആയതിൽ ഞാൻ അഭിമാനിക്കുന്നു. ചടങ്ങിൽ 24 കണക്ട് താലൂക്ക് കോർഡിനേറ്റർ ശ്രീലേഖ, 24 കണക്ട് താലൂക്ക് അംഗങ്ങളായ കെ കോശി പ്ലാമൂട്ടിൽ, ശ്രീജ മനോജ് എന്നിവർ പങ്കെടുത്തു. 24 ആലപ്പുഴ. ഇനി കാണാം വാൽകഷ്ണം. മുതിർന്ന CPIM നേതാവ് ജി സുധാകരൻ ഇന്നലെ ഒരാളുടെ മാസവരുമാനത്തെക്കുറിച്ച് ആശങ്ക പങ്കുവച്ചു. 30 ലക്ഷത്തോളം രൂപ ഒരു മാസം ലഭിക്കുന്നുണ്ടെന്നും ഈ പണമെല്ലാം എന്ത് ചെയ്യുന്നു എന്നുമായിരുന്നു ജി സുധാകരന്റെ ആശങ്ക. നമ്മളിനി പോകുന്നത് അഫ്സൽ തയ്യാറാക്കിയ വാൽകഷ്ണത്തിലേക്ക്. പാർട്ടി സമ്മേളനം കഴിഞ്ഞപ്പോൾ സമ്മേളനത്തിന്റെ വരവ് ചെലവ് കണക്ക് പുറത്തു വരുന്നതിന്റെ മുമ്പ് വേറൊരു കണക്ക് പുറത്തു വന്നു. എനിക്കെന്താ വരുമാനം? എന്താണ് വരുമാനം? ആരായാലും കണക്ക് കൂട്ടിയെന്നോ? 30 ലക്ഷം രൂപയല്ലേ കിട്ടുന്നത്? 30 ലക്ഷം ഉറുപ്പ്യോ ഒരു മാസോ? ഞാൻ ജോലി ചെയ്തിട്ടല്ലേ. മൂപ്പരതിന് ജോലി ചെയ്യുന്നുണ്ട് എന്നാ പറയണേ. 12 ലക്ഷം രൂപ യാത്ര ചെലവ് മാസം, 2 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളം മാസം, അയാൾക്ക് കോളേജ് പ്രൊഫസറുടെ പെൻഷൻ, കഷ്ടപ്പെട്ടെന്നെ കിട്ടുള്ളൂ, MLA യുടെ പെൻഷൻ, MP യുടെ പെൻഷൻ, പിന്നെ ഈ ശമ്പളവും ഒരു മാസം എത്ര ലക്ഷം രൂപ കിട്ടും? അല്ല, ഇപ്പറഞ്ഞ പൈസ ഒക്കെ എന്താ ചെയ്യണേ? പുഴുക്കത്തില്ല. എന്തിനാ ഇത്രയും പൈസ? താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? പുഴുക്കത്തില്ല. എന്തിനാ ഇത്രയും പൈസ? ഞാൻ പിന്നെ യാത്ര ചെയ്യുന്നത് എങ്ങനെയാ? ഞാൻ വൈ ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അല്ല, യാത്രക്ക് എന്ന് പറയുമ്പോൾ എത്ര വരും? അത് ഒരു പ്രാവശ്യം പോയി തിരിച്ചു വരുമ്പോൾ ഏകദേശം 50,000 രൂപ വരും. സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. അപ്പൊ ശരിക്കും ഒരു മാസം എത്ര കിട്ടുന്നുണ്ട്? എല്ലാ മാസവും 30 ലക്ഷം രൂപ ഒന്നും കിട്ടുന്നില്ല. അല്ല, എന്നാലും ഒരു കണക്കുണ്ടാവൂലേ? എന്റെ കണക്കുണ്ടല്ലോ. ശരി, നിങ്ങളടുത്തുള്ള കണക്ക് ഇങ്ങോട്ട് പറയും. എനിക്ക് പെൻഷനുണ്ട്. ഞാൻ 22 വയസ്സിൽ അധ്യാപകനായ ആളാണ്. ഞാൻ 23 വർഷക്കാലം അധ്യാപകനായിരുന്നു, അതിൻ്റെ പെൻഷനുണ്ട്. 22 വർഷം MP ആയിരുന്നു, അതിൻ്റെ പെൻഷനുണ്ട്. MLA, ഇതെല്ലാം കൂടി എനിക്ക് കിട്ടുന്ന 1.some lakhs ആണ്. അല്ല, അപ്പൊ പിന്നെ ഈ 30 ലക്ഷത്തിന്റെ കണക്ക് മൂപ്പർക്ക് എവിടുന്നാ കിട്ടിയത്? 30 ലക്ഷം രൂപ മാസം കിട്ടുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ സുധാകരേട്ടൻ പറയണതേ 30 ലക്ഷം തികച്ചും കിട്ടുന്നുണ്ട് എന്നാണ്. എനിക്ക് 30 ലക്ഷം രൂപ കിട്ടുന്നു എന്ന് അദ്ദേഹം ആര് പറഞ്ഞു കൊടുത്തത്? അങ്ങനെ കിട്ടുന്നു അത് തെളിയിച്ചാൽ ഞാനതിന് 25 അങ്ങനെ കൊടുക്കാം. അപ്പോൾ ജി സുധാകരൻ പറഞ്ഞ 30 ലക്ഷം തോമസ് മാഷിന് കിട്ടുന്നുണ്ട് എന്ന് ജി സുധാകരൻ തെളിയിച്ചാൽ 5 ലക്ഷം തോമസ് മാഷ് എടുത്ത് ബാക്കി 25 ലക്ഷം സുധാകരേട്ടന് കൊടുക്കുന്നതാണ് മൂപ്പര് വെല്ലുവിളിക്കുന്നത്. അപ്പോൾ മാസാമാസം 25 ലക്ഷം കിട്ടുന്ന ചലഞ്ച് സുധാകരേട്ടൻ ഏറ്റെടുക്കോ ഇല്ലേന്ന് കാത്തിരുന്ന് കാണാം. പ്രൈം ടൈം പൂർത്തിയാവുകയാണ്.